9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പേയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 2. വിച്ച് ആർ ദ നമ്പേഴ്സ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ചോദ്യത്തിലെ സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പറുകളാണ് അല്ലെ. ചോദ്യം വായിച്ച് മനസ്സിലാക്കലാണ് ആദ്യത്തെ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് നമ്പറിന് ഒരു നമ്പറിനെ എക്സ് എന്നും മറ്റേ നമ്പറിനെ വൈ ആക്കി എടുത്തിട്ടുണ്ട്. രണ്ട് നമ്പറിന്റെയും സം എന്ന് പറഞ്ഞാൽ തുക അല്ലെ. സം എന്ന് പറഞ്ഞാൽ എന്താണ്? തുക. എത്രയാണ്? 26 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുക എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി their difference is 2. എന്നാൽ ഇതേ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 ആകുന്നു. എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം, അതായത് മൈനസ് ചെയ്താൽ ഉത്തരം എന്താണ്? 2 ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അത് ഇക്വേഷൻ 2 ആക്കി എടുക്കാം. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ഇക്വേഷൻ ഏതാണ്? വലിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 1ഉം ചെറിയ ഇക്വേഷൻ 2ഉമാണ്. വലിയ ഇക്വേഷൻ ആണ് എപ്പോഴും നമ്മൾ മുകളിൽ എഴുതേണ്ടത്, തൊട്ട് താഴെ ചെറിയ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് ഇതിനകത്തുനിന്ന് എക്സോ വൈയോ നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഏതെങ്കിലും ഒരാൾ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യാണ്. ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 നമ്മൾ മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ താഴെയുള്ള ഇക്വേഷനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കണം. ഓക്കെ. അപ്പൊ എക്സിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ വൈ, ഇവിടെ 2 മൈനസ് വന്നു. 2 മൈനസ് വന്നാൽ എന്തായത്? 2 മൈനസ് വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും, അറിയാലോ. അങ്ങനെയാണെങ്കിൽ y പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? 2y ആണ്. ഈക്വൽ ടു 26ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 24 എന്ന് കിട്ടും. 2 ഇൻറ്റു വൈ ഈക്വൽ ടു 24. ഇവിടെ ഇൻറ്റു ആണല്ലോ. ഇൻറ്റു ആണെങ്കിൽ വൈനെ മാത്രം ഇവിടെ നിർത്തുന്നു. 2നെ ഈക്വൽ ടു ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ ഇൻറ്റു ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പറിൽ ഒരു നമ്പർ നമുക്ക് കിട്ടി. എത്രയാണ്? 12 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണ്ടേ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് എടുക്കാം. ഞാൻ അത് ഇക്വേഷൻ 1 ചൂസ് ചെയ്തു. ഇക്വേഷൻ 1 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26. അതിൽ വൈയുടെ വില നമുക്കറിയാം. എത്രയാണ് വൈയുടെ വില? 12 എന്നറിയാം അല്ലെ. അപ്പൊ വൈക്ക് പകരം 12 എന്ന് കൊടുക്കാം. അപ്പൊ എക്സ് പ്ലസ് 12 ഈക്വൽ ടു 26 എന്ന് കിട്ടി. ഇനി ഈ പ്ലസ് 12നെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. പ്ലസ് 12 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 12 ആയി. 26ൽ നിന്ന് 12 കുറച്ചാല് ആൻസർ 14. അപ്പൊ എക്സിന്റെ വില കിട്ടിയില്ലേ? അപ്പൊ ഏതൊക്കെയാണ് സംഖ്യകൾ? എക്സും കിട്ടി, വൈയും കിട്ടി. അപ്പൊ ഏതൊക്കെയാണ് സംഖ്യകള്? 12ഉം 14ഉം. അടുത്ത ചോദ്യം നോക്കാം. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ. ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും വില തന്നിട്ടുണ്ട്. എത്രയാണ്? 11,000 രൂപ. എന്നാൽ ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയർ, ഒരു ടേബിളിന്റെയും 4 കസാരയുടെയും വില എന്ന് പറയുന്നത് 14,000 രൂപയാണ്. എങ്കിൽ ടേബിളിന്റെ വില എത്ര? ചെയറിന്റെ വില എത്ര? അപ്പൊ നമ്മൾ ടേബിളിനെ എക്സ് എന്നാക്കി എടുത്തു, ചെയറിനെ വൈ ആക്കി എടുത്തു. എന്താണ്? ടേബിളിനെ എക്സ് എന്നും ചെയറിനെ വൈ എന്നാക്കി എടുത്തു. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് എഴുതാം. ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും വില 11,000 ആണ്. അപ്പൊ ഒരു ടേബിൾ എക്സ് പ്ലസ് ഒരു ചെയർ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 11,000 രൂപ. ഒന്നാമത്തെ ഇക്വേഷൻ ആയില്ലേ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയർ. ഒരു ടേബിളിന്റെയും, ഒരു ടേബിള് എക്സ്, 4 ചെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താക്കി എടുക്കണം? 4y. അത് രണ്ടിന്റെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 14,000 രൂപയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ട് ഇക്വേഷനുകൾ നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഇക്വേഷനുകൾ കിട്ടുമ്പോൾ വലിയ ഇക്വേഷൻ മുകളിലും ചെറിയ ഇക്വേഷൻ താഴെയും എഴുതാം. എന്നിട്ട് ഇതിനകത്തുനിന്ന് എക്സിനെയോ വൈനെയോ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഇവിടെ ക്യാൻസൽ ആയി പോവാൻ സാധ്യത ആരാണ്? എക്സ് ആണ് അല്ലെ. എക്സ് ക്യാൻസൽ ചെയ്ത് പോണെങ്കിൽ ഇക്വേഷൻ, വലിയ ഇക്വേഷൻ ആയിട്ടുള്ള 2ൽ നിന്ന് ചെറിയ ഇക്വേഷൻ ആയിട്ടുള്ള 1 നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ താഴെയുള്ള എല്ലാവർക്കും എന്ത് കൊടുത്തു? മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ. എക്സിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുമില്ല അല്ലെ. ഇനി 4y പ്ലസും മൈനസും ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ എന്താ? പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ അത് മൈനസ് ആകും. ഇനി മൈനസ് ആണ് അടുത്തടുത്ത് വന്നെങ്കിൽ എന്താവും? അത് പ്ലസ് ആകും. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ.
അപ്പൊ 4y നിന്ന് ഒരു y പോയപ്പോൾ എത്ര കിട്ടി? 3y. 14,000 നിന്ന് 11,000 മൈനസ് ചെയ്തപ്പോൾ 3,000. അപ്പൊ 3y ഈക്വൽ ടു 3,000. വൈനെ മാത്രം ഇവിടെ നിർത്തി 3 ഇൻറ്റു ആണ് അല്ലെ, ഇൻറ്റു ഉള്ള 3 ഇങ്ങോട്ട് വന്നപ്പോ ഡിവിഷൻ ആയി. 3,000/3 ആൻസർ എന്തെന്ന് കിട്ടി? 1000 എന്ന് കിട്ടി. അപ്പൊ ചെയറിന്റെ വില കിട്ടി എത്രയാണ്? 1000. ചെയറിന്റെ വില കിട്ടി 1000. ഇനി നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കാം. ചെറിയ ഇക്വേഷൻ ആയിട്ടുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. അതിൽ വൈയുടെ വില നമ്മൾ തൊട്ടു മുന്നേ കണ്ടുപിടിച്ചു, 1000 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ വൈയുടെ വില അവിടെ കൊടുത്തു, 1000 എന്ന് കൊടുത്തു. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? എക്സിനെ മാത്രം ഇവിടെ നിർത്താം, ഈ പ്ലസ് 1000 ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പൊ എന്താവും? പ്ലസ് 1000 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1000 ആയിട്ട് മാറി. അങ്ങനെ 11,000 നിന്ന് 1000 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10,000 എന്ന് കിട്ടും. 11,000 നിന്ന് 1000 മൈനസ് ചെയ്താൽ 10,000. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ആരാ? ടേബിള്. അപ്പൊ ടേബിളിന്റെ വില 10,000 ചെയറിന്റെ വില 1000 എന്ന് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.